വെട്ടം ടെലിവിഷൻ ജനാധിപത്യം രാഷ്ട്രീയ സംവാദം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജപ്പാൻ സ്ക്വയർ തിരൂർ, ഗ്രേസ് റെസിഡൻസി തിരൂർ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മുടെ നാടാകെ ഒരുങ്ങുകയാണ്. അതിരുകളില്ലാത്ത രാഷ്ട്രീയ സംവാദമാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ നാടിന്റെ അടിസ്ഥാന വികസനങ്ങളെക്കുറിച്ച് ചർച്ചയ്ക്കൊരുങ്ങുകയാണ് വെട്ടം ടെലിവിഷൻ. ജപ്പാൻ സ്ക്വയർ, ഗ്രേസ് റെസിഡൻസി, വെട്ടം ടെലിവിഷൻ ഒരുക്കുന്ന ജനാധിപത്യം. ഇന്ന് ജനാധിപത്യത്തിൽ മംഗലം പഞ്ചായത്താണ് നമ്മൾ സംവാദത്തിന് വേദിയൊരുക്കുന്നത്. ഒരേപോലെ തീരദേശ മേഖലയും നാട്ടിൻപുറങ്ങളും കാർഷിക മേഖലയും അതിർവരമ്പുകളിടുന്ന പ്രദേശമാണ് മംഗലം. മംഗലത്ത് നിലവിൽ ഭരിക്കുന്നത് UDF നയിക്കുന്ന മുന്നണിയാണ്, പ്രതിപക്ഷത്തെ ഇടതുപക്ഷവും. ഇന്ന് ചർച്ചകളിൽ പങ്കെടുക്കുന്നത് CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗം CP ഖാലിദ് കുട്ടി, അതുപോലെ തന്നെ BJP-യുടെ സഹകരണ സെൽ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ശ്രീ KV പ്രസാദ്. മംഗലം ഭരിക്കുന്ന UDF-ന്റെ പ്രതിനിധികൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിരുന്നു. എന്നാൽ അവർക്ക് എത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ ചർച്ച ആരംഭിക്കുകയാണ്. നമ്മൾ 3 സെഗ്മെന്റ് ആയിട്ടാണ് ഈ ചർച്ച നടത്തുന്നത്. ആദ്യം ദേശീയ കേരള രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഈ പ്രതിനിധികളുടെ അഭിപ്രായങ്ങൾ, അതിനുശേഷം നിലവിൽ മംഗലം പഞ്ചായത്തിൽ നടക്കുന്ന വികസന പ്രശ്നങ്ങൾ, നടന്ന വികസനങ്ങൾ, അതിനുശേഷം മൂന്നാമത്തെ സെഗ്മെന്റിൽ തങ്ങളുടെ പാർട്ടി അല്ലെങ്കിൽ തങ്ങളുടെ മുന്നണി അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഈ 3 സെഗ്മെന്റുകളിലായിട്ട് ഈ പ്രതിനിധികൾ ചർച്ചകളിൽ പങ്കെടുക്കും. ഏവരെയും ജനാധിപത്യത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ശ്രീ ഖാലിദ് കുട്ടിയോടാണ് ചോദ്യം. നമ്മുടെ കേരള സംസ്ഥാനവും ദേശീയ രാഷ്ട്രീയവുമൊക്കെ വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്നവരാണ് മലയാളികൾ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൻപുറത്തുകാരൊക്കെ തന്നെ. താങ്കളുടെ ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ച് താങ്കളുടെ പാർട്ടിയുടെ നിലപാട് ഒന്ന് വിശദീകരിക്കണം. അതിൽ വലിയ രീതിയിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കുന്ന നാടാണ് കേരളം. ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തന്നെ സർക്കാരിന് വലിയ രീതിയിലുള്ള സാമ്പത്തികമായ കരുത്തുമാണ്. എന്നാൽ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഫെഡറൽ സംവിധാനങ്ങളെ ആകമാനം വെല്ലുവിളിക്കുകയും അതിനോട് ഒട്ടും ആദരവ് കാണിക്കാതെ കേരളീയരോട്, കേരള സംസ്ഥാനത്തോട് ഇതിന് കിട്ടേണ്ട എല്ലാ അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും, സാമ്പത്തികമായ ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി വെട്ടിക്കുറയ്ക്കുന്നതാണ് നാം കാണുന്നത്. ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും അത് നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പ്രവർത്തനങ്ങളെ വളരെ ഗുരുതരമായി ബാധിക്കുകയാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നിരത്താൻ കഴിയും. ഇപ്പം മംഗലം പഞ്ചായത്ത് തീരദേശ പഞ്ചായത്താണ്. ഈ തീരദേശ പഞ്ചായത്ത് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ അതിർത്തിയാണ്. രാജ്യാതിർത്തിയാണ് ഒരു തീരദേശ പഞ്ചായത്ത്. രാജ്യാതിർത്തി കാക്കേണ്ടത് ദേശീയ ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. സംസ്ഥാന ഗവൺമെൻറ് അല്ല ഒരു രാജ്യത്തിൻ്റെ അതിർത്തി കാക്കേണ്ടത്. അവിടെ കടൽ ഭിത്തി കെട്ടി സംരക്ഷിക്കേണ്ടത്, അതിന് സാമ്പത്തികമായ സഹായം നൽകേണ്ടത് എല്ലാം കേന്ദ്ര ഗവൺമെൻറ്റാണ്. പക്ഷേ ഒരുപാട് കാലമായി ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് വിട്ടു നിൽക്കുകയാണ്. അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ. അതുപോലെ തന്നെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരോട് ഈ കേരളത്തിലെ ഗവൺമെൻറ് ഏതാണ്ട് 3 ലക്ഷം പേർക്ക് ഈ 9 വർഷക്കാലത്തിനിടയ്ക്ക് തൊഴിൽ നിയമനം നൽകി കഴിഞ്ഞു. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് അതിന് ഏറ്റവും സൗകര്യപ്രദമായി തൊഴിൽ നൽകാൻ കഴിയുന്ന ഒരു മേഖലയാണല്ലോ ഇന്ത്യൻ റെയിൽവേ. ആ ഇന്ത്യൻ റെയിൽവേയിൽ നിയമന നിരോധനമാണ്. അവിടെ സത്യത്തിൽ ഒരു തരത്തിലുള്ള നിയമനവും നടക്കുന്നില്ല. അത് നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള അഭ്യസ്തവിദ്യരായിട്ടുള്ള തൊഴിലിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളെ കേന്ദ്ര ഗവൺമെൻറ് വഞ്ചിക്കുകയാണ്. അതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്
കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, മറ്റ് പല രീതിയിലും നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. സർവ്വമേഖല പരിശോധിച്ചാൽ ഏത് മത്സ്യത്തൊഴിലാളി മേഖലയിലൊക്കെ അവിടെ മത്സ്യത്തൊഴിലാളികളുടെ പഞ്ഞമാസ പദ്ധതിയുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതം, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിഹിതം, മത്സ്യത്തൊഴിലാളികളുടെ ഒരു വിഹിതം. അങ്ങനെ ഈ പഞ്ഞമാസങ്ങളിൽ ദാരിദ്ര്യം ഈ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളിൽ വരുന്ന സമയമാണ് ജൂൺ ജൂലൈ മാസങ്ങളിൽ. അവരെ സഹായിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണിത്. എന്നാൽ കഴിഞ്ഞ കുറേ വർഷമായിട്ട് മത്സ്യത്തൊഴിലാളികളുടെ ഈ സമാശ്വാസ പദ്ധതിയിൽ കേന്ദ്രവിഹിതം നൽകുന്നില്ല. അതൊരുപാട് കാലമായി അത് മുടങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ അടിസ്ഥാനപരമായി ഏറ്റവും താഴെത്തട്ടിലുള്ള വിഭാഗമാണല്ലോ മത്സ്യത്തൊഴിലാളികളും SC/ST വിഭാഗങ്ങളെല്ലാം. ഇവരെല്ലാം സഹായിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പദ്ധതികളെയും ഈ തുരങ്കം വയ്ക്കുന്നൊരു സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് പ്രവർത്തിപ്പോരുന്നത്. വളരെ കൃത്യമാണ് നമ്മുടെ CP ഖാലിദ് കുട്ടി. അദ്ദേഹം ഒരു സംസ്ഥാനത്തിന് നൽകാവുന്ന കേന്ദ്രവിഹിതം വേണ്ടത്ര ഫലപ്രദമായി നൽകുന്നില്ലെന്ന് മാത്രമല്ല, കേരളത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കേണ്ട, അല്ലെങ്കിൽ കടൽഭിത്തികൾ ഉൾപ്പെടെ കെട്ടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ് എന്നുള്ളതാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ആ നിലയ്ക്ക് അതിനുകൂടി മറുപടി പറഞ്ഞു പോയിക്കൊണ്ടാണ് നമ്മുടെ BJPയുടെ പ്രതിനിധി ശ്രീ KV പ്രസാദ് സംസാരിക്കേണ്ടത്. കേരള രാഷ്ട്രീയത്തെയും ദേശീയ രാഷ്ട്രീയത്തെയും വിശകലനം ചെയ്തുകൊണ്ട് ശ്രീ CP ഖാലിദ് കുട്ടി നേരത്തെ ഉന്നയിച്ച ചില വിഷയങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി ആണ് ശ്രീ പ്രസാദ് തയ്യാറാവേണ്ടത്. താങ്കൾ ക്ഷണിക്കുന്നു. നമസ്കാരം. എൻ്റെ ബഹുമാന്യ സുഹൃത്ത് CPMൻ്റെ ചുമതലക്കാരനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി നമ്മൾ ഈ ചർച്ചയിൽ വളരെ ഒരു മുന്നണി വന്നിട്ടില്ല എന്ന് പറഞ്ഞാലും ശരി, കൃത്യമാണ്. രണ്ട് മുന്നണിക്കും വേണ്ടി ഒരു മുന്നണി വന്നാൽ മതി, അത് കൃത്യമായി. കാരണം ദേശീയ മുന്നണിയിൽ ഇവരെല്ലാവരും ഒറ്റക്കെട്ടാണ്. അത് തന്നെയാണ് കേരളത്തിലും കാണുന്നത്. ചില അദ്ദേഹം പറഞ്ഞ വളരെ വസ്തുതാപരമായ കാര്യങ്ങളുണ്ട്. എല്ലാം തന്നെ സത്യത്തിന് നിരക്കാത്തതും തികച്ചും രാഷ്ട്രീയമായ കള്ളത്തരങ്ങളുമാണെന്ന് ഞാൻ പറയും. പറയുക മാത്രമല്ല, അതാണ് യാഥാർത്ഥ്യം. നോക്കൂ, നമ്മളെ കടലോര പ്രദേശത്തുള്ള പാവപ്പെട്ട സഹോദരങ്ങൾ അവിടെ കഷ്ടപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ അടുത്തിടെ ഒരു ഗൾഫിൽ നിന്ന് ഒരാൾ മരിച്ച സമയത്ത് ഞാൻ അവിടെ പോവുകയുണ്ടായി. അന്ന് എനിക്ക് പരിചയമുള്ള കുറേ ആളുകളുമായിട്ട് ഞാൻ പറഞ്ഞു, ഒട്ടനവധി പദ്ധതി കേന്ദ്ര സർക്കാരിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത്. ആ കിട്ടാനുള്ളതൊന്നും തന്നെ വാങ്ങിച്ചെടുക്കാൻ രാഷ്ട്രീയ തിട്ടൂരം വെച്ചുകൊണ്ടാണ് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇടതും വലതും ഒറ്റ മുന്നണി, ഇന്ത്യ മുന്നണി. ആ ഇന്ത്യ മുന്നണി കേരളത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം മാത്രമേ ഇവർ തമ്മിലുള്ളൂ. അത് വസ്തുതയാണ്. നമ്മളത് കേരളത്തിലെ ജനങ്ങൾ, മലപ്പുറം ജില്ലയിലുള്ള ജനങ്ങൾ, മംഗലം പഞ്ചായത്തിലുള്ള ജനങ്ങൾ വസ്തുതാപരമായി പരിശോധിക്കണം എന്നാണ് എനിക്ക് ഈ വേളയിൽ പറയാനുള്ളത്. മറ്റൊന്ന്, നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ പദ്ധതികളും നമുക്കെല്ലാം അറിയാം. ഇതൊക്കെ പേര് മാറ്റിയിട്ട് നടപ്പിലാക്കുന്നതും നമുക്കറിയാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങൾ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൊതുവെ ജനങ്ങൾ, ഞാൻ ഇന്നലെ യാത്ര ചെയ്യുന്ന സമയത്ത് ബസ്സിൽ നിന്ന് പോലും എൻ്റെ പുറകിലെ സീറ്റിലിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തരത്തിൽ കള്ളത്തരങ്ങൾ പറയണത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. അത് ഞാൻ അംഗീകരിക്കണം. പിന്നെ അദ്ദേഹം പറഞ്ഞ് നമ്മൾ എല്ലാ അർത്ഥത്തിലും BJP മുന്നണി, NDA മുന്നണി ഈ കേരളത്തിലെ സർക്കാരിനെ പരാജയപ്പെടുത്താണ്. വളരെ സത്യമാണ്. കാര്യം എന്താ അറിയോ? നമുക്കറിയാം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഏത് കാര്യത്തിലാണ് അഴിമതി ഇല്ലാത്തത്? അഴിമതിയുടെ കാര്യത്തിൽ വളരെ വസ്തുനിഷ്ഠമായി പറയാണ്, ഒരു വിട്ടുവീഴ്ചയില്ലാതെ നരേന്ദ്രമോദി സർക്കാർ അതിനെതിരെ പോരാടും. വളരെ പാവപ്പെട്ടവന് കിട്ടുന്ന ഒരു പൈസ പോലും കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും നേരിട്ട് നിങ്ങളെ കൈകളിൽ എത്തുന്നില്ലേ? ഇവിടെ വരുന്ന പദ്ധതി സർക്കാരിലൂടെ, കേരള സർക്കാരിലൂടെ കൊടുക്കേണ്ട പദ്ധതികളെല്ലാം തന്നെ അട്ടിമറിച്ച് വികലമായ കാഴ്ചപ്പാടോടുകൂടി അഴിമതി നടത്താൻ വേണ്ടി സൗകര്യപ്രദമായ രീതിയിൽ വളച്ചൊടിച്ച് കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഓരോ പ്രദേശത്തും നിങ്ങൾ നോക്കൊണ്ടു,
എത്ര വർഷമായി? 70 വർഷമായി കേരളം 70 വർഷമാകുമ്പോഴും വികസനം എവിടെ നിൽക്കുന്നത്? നമ്മൾ ചിന്തിക്കണ്ടേ? ഈ രണ്ട് മുന്നണിയും കാലുമല മന്ത് മാറ്റി വെക്കും പോലെ രണ്ട് മുന്നണിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കല്ലാതെ വേറെ എന്താ അവിടെ ചെയ്തത്? അഴിമതിയിൽ ഇവർ രണ്ടു കൂട്ടരും വില്ലന്മാരാ. നിങ്ങൾ കുറച്ച് കട്ട്, ഞങ്ങൾ കൂടുതൽ, അടുത്തതിൽ ഞങ്ങൾ ക്ലിയർ ആക്കുന്നവരുടെ അവർ തമ്മിൽ തന്നെ. താങ്കൾ പറഞ്ഞു വരുന്നത് കേരളത്തിൽ നേരത്തെ ഖാലിദ് ഉന്നയിച്ച ഒരു ആരോപണമായിരുന്നു, കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം കേന്ദ്ര സർക്കാർ നൽകുന്നില്ല പല പദ്ധതികൾക്കും. അത് കേരളത്തിലെ നിലവിൽ ഭരിക്കുന്ന ഇടതുപക്ഷ ഭരണകൂടത്തിന്റെ അഴിമതി കാരണമെന്നാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത്. അഴിമതി മാത്രമല്ല, ഇനി ഞാൻ പറയാം. PMAY പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കുന്ന പദ്ധതി അട്ടിമറിച്ച് എന്ന് പറഞ്ഞാൽ 30 ലക്ഷത്തോളം ആളുകളാണ് അതിൽ അപേക്ഷകരായിട്ടുള്ളത്. ആ അപേക്ഷകരെ മുഴുവനും നോക്കുകുത്തിയാക്കിക്കൊണ്ട് ലൈഫ് പദ്ധതിയിലൂടെ ആ പദ്ധതി നടപ്പിലാക്കുക ചെയ്തത്. അപ്പോൾ നോക്കൂ, നമ്മൾ ഈ പരിപാടിയുടെ പേര് മാറ്റുന്നതോടുകൂടി ആ വഴിക്ക് വരേണ്ട സാധാരണക്കാരന് കിട്ടേണ്ട ഫണ്ട് കേരളത്തിലേക്ക് വരുന്നില്ല എന്ന് മാത്രമല്ല, ഈ പാവപ്പെട്ടവരെ എന്തുമാത്രം വഞ്ചിക്കുക ചെയ്യുന്നത്. നമ്മളിതെല്ലാം തന്നെ കേരളത്തിൽ അധികാരത്തിൽ വരട്ടെ, കേരളത്തിൽ പഞ്ചായത്തിൽ അധികാരത്തിൽ വരട്ടെ, മെമ്പറാവട്ടെ, മെമ്പറായ മെമ്പർമാർ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത്, വോട്ടർമാരോട് പറയാനുള്ളത്. കൃത്യമായിട്ടാണ് രണ്ട് മുന്നണികളുടെ ഒരു ദേശീയ പാർട്ടിയാണ്, ദേശീയ ഭരണകൂടം നിയന്ത്രിക്കുന്ന BJP പാർട്ടിയുടെ നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ കേരളത്തിലെ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി, അതിന്റെ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് ഖാലിദ് കുട്ടി രണ്ട് നിലപാടുകൾ വിശദീകരിച്ചു. എന്തായാലും നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് നമുക്ക് കടക്കുകയാണ്. പലപ്പോഴും ഇത്തരം അഭിപ്രായങ്ങളിലൊക്കെ തന്നെ ഖാലിദ് കുട്ടിക്കും അതുപോലെ തന്നെ ശ്രീ പ്രസാദിനും ഒക്കെ വിയോജിപ്പുകളുണ്ടാകാം. പ്രധാനമായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രാദേശിക ഭരണകൂടങ്ങളുടെ അവിടുത്തെ പ്രാദേശിക വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട തെരഞ്ഞെടുപ്പാണ്. അതിനാൽ തന്നെ നിലവിൽ മംഗലം പഞ്ചായത്ത് നടന്നിട്ടുള്ള നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ അഭിപ്രായം എന്ന നിലയ്ക്ക് മംഗലം പഞ്ചായത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും അവിടെ നടക്കാതെ പോയ വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അവിടെ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രയാസങ്ങളും എന്താണെന്ന് താങ്കളൊന്ന് വിശദീകരിക്കൂ. അതായത് കഴിഞ്ഞ 15 വർഷമായിട്ട് UDF ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് മംഗലം പഞ്ചായത്ത്. അപ്പം സ്വാഭാവികമായും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ 15 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങളാണ്. അങ്ങനെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വയ്ക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത്തരമൊരു ചർച്ചയിൽ നിന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കാമെന്നാണ് ഏറ്റിരുന്നത്. പക്ഷേ ഇതുപോലുള്ളൊരു പൊതുവേദിയിൽ വന്ന് പഞ്ചായത്തിൻ്റെ ഭരണ നേട്ടങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവില്ലായ്മയാണ് അവർ ഈ ഇത്തരമൊരു പൊതു ചർച്ചയിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഈ വെട്ടം പഞ്ചായത്തിൻ്റെയും പുറത്തൂർ പഞ്ചായത്തിൻ്റെയും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളെ കൂട്ടിച്ചേർത്താണ് 25 വർഷവുമാണ് മംഗലം പഞ്ചായത്ത് രൂപീകരിച്ചത്. അതിൽ 20 വർഷവും ഭരിച്ചത് UDFിൻ്റെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ്. കഴിഞ്ഞ 15 വർഷമായി തുടർച്ചയായി ഭരിക്കുന്നതും ഈ മുന്നണിയാണ്. പക്ഷെ എന്തെങ്കിലും ഒരു നേട്ടം, ജനോപകാരപ്രദമായ ഒരു നേട്ടവും ഇവർക്ക് മുമ്പിൽ വെക്കാൻ കഴിയില്ല.
അതിൻ്റെ ബോധ്യത്തിൽ നിന്നാണ് ഈ ചർച്ചയിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറിയത്. ഇപ്പോൾ ഈ പഞ്ചായത്ത് രാജ് നിയമത്തിൻ്റെ അതിലെ ഏറ്റവും അവസാന പേജിൽ പഞ്ചായത്തിൻ്റെ കടമകളെ പറ്റി പറയുന്നുണ്ട്. ആ കടമകളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരൊറ്റ കാര്യം നിങ്ങൾ സൂചിപ്പിച്ചാൽ മതി. അതിൽ പറയുന്നത് ഈ വാഹനങ്ങളുടെ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യമൊരുക്കുക, ആളുകൾക്ക് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിക്കുക. ഇതൊക്കെ പഞ്ചായത്തിൻ്റെ പ്രഥമ കടമകളിൽ ഒന്നായിട്ടാണ് പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെ പഞ്ചായത്തിൻ്റെ കടമകളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കൂ, മംഗലം പഞ്ചായത്തിലെ രണ്ട് പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രമാണ് കൂട്ടായി ടൗണും മംഗലം ടൗണും. ഇവിടെ രണ്ടും അവിടെ ജനങ്ങൾ ബസ് കാത്തിരിക്കുന്ന രംഗം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് ഈ പഞ്ചായത്തിന് ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? മാത്രമല്ല, ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ച് പറയുമ്പോൾ കുട്ടിയെ കണ്ടാൽ അറിയാലോ ഊരിലെ പഞ്ഞ് എന്ന് പറയുന്നത് പോലെ ഒരു മാനവിക മുഖമുള്ള ഒരു സർക്കാർ ഉണ്ടാവും, ഒരു ഭരണസമിതി ഉണ്ടാവണം. അപ്പോൾ പഞ്ചായത്തുകളെ നമുക്ക് സർക്കാർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയും. കാരണം മുമ്പത്തെ പോലെയല്ല, പ്രാദേശിക ഭരണകൂടങ്ങളാണ്. പ്രാദേശിക ഭരണകൂടം. അതുകൊണ്ടാണ് ഇപ്പോൾ UDFൻ്റെ നേതാക്കന്മാരായിട്ടുള്ള MLA-മാരായിട്ടുള്ള സബരിനാഥനും അനിലക്കരയും വലിയ വലിയ നേതാക്കന്മാരൊക്കെ ഇപ്പോൾ മത്സരിക്കുന്നത് ഈ പഞ്ചായത്ത് മുനിസിപ്പൽ ഭരണസമിതികളിലേക്കാണ്. വലിയ അധികാരങ്ങളും സൗകര്യങ്ങളുമുള്ള ഒരു ഗവൺമെൻറ് എന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പോൾ പഞ്ചായത്തുകൾ മാറിയിരിക്കുന്നത്. അത്തരം സൗകര്യങ്ങളും ഈ സംവിധാനങ്ങളും ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ഉപയോഗിക്കുന്നതിൽ ഈ ഭരണസമിതി കഴിഞ്ഞ 15 വർഷക്കാലമായി പരാജയപ്പെട്ടവരാണ്. ഒരു നേട്ടവും ജനങ്ങൾക്ക് വേണ്ടി മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയില്ല. അതാണ് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി പ്രധാനമായിട്ട് പഞ്ചായത്ത് മുന്നിൽ വയ്ക്കുന്നത്. ഇപ്പോൾ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം, വലിയ രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന പ്രദേശമാണ് മംഗലം പഞ്ചായത്ത്. തീരപ്രദേശമായ കൂട്ടായിലായിരുന്നാലും മംഗലത്തായി രണ്ട് ഭാഗത്തും വലിയ രീതിയിലുള്ള കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നുണ്ട്. ഈ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതി മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ പഞ്ചായത്തുകളുടെ അധികാരത്തിൽ വരുന്നതാണ് ഇപ്പോൾ കേരളത്തിലെ സർക്കാർ ഈ കേരളീയ പൗരൻ്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പൗരന് തുല്യമായ രീതിയിൽ ആരോഗ്യരംഗത്ത് വലിയ മാറ്റമാണ് കേരള സർക്കാർ കൊണ്ടുവന്നത്. ആർദ്രം എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടാണ് കേരളത്തിലെ ഈ ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. അതിൽ പ്രാദേശിക ഭരണസമിതികളുടെ സഹകരണത്തോടു കൂടിയാണ് ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയത്. പക്ഷെ ആ പദ്ധതിയോട് ഒരു തരത്തിലും സഹകരിക്കാൻ ഈ മംഗലം പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞില്ല. കൂട്ടായിൽ ഇപ്പോൾ ഒന്ന് ഫിഷറീസ് ഹോസ്പിറ്റലുണ്ട്, മറ്റൊന്ന് ഫാമിലി ഹെൽത്ത് സെൻ്റർ ഉണ്ട്. ഈ രണ്ടിൻ്റെയും സ്ഥിതി, ഒന്ന് കൂട്ടായി ഫിഷറീസ് ആശുപത്രിയിൽ ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രി എന്ന സമയത്ത് പൂർണ്ണമായി പണി കഴിപ്പിച്ച ഒരു കെട്ടിടം ഈ സമയം വരെ കറണ്ട് കണക്ഷൻ പോലും നൽകാൻ കഴിയാതെ, നമ്പർ പോലും നൽകാതെ ഈ പഞ്ചായത്ത് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കൂട്ടായി തന്നെ ഫാമിലി കുടുംബാരോഗ്യ കേന്ദ്രം, അവിടെ ടേക്ക് കെയർ എന്ന് പറയുന്ന ഒരു സംവിധാനം സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ്. അവിടെ വഴിയാത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് വിശ്രമിക്കാൻ, അതുപോലെ തന്നെ അമ്മമാർക്ക് മുലയൂട്ടാനും എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു കെട്ടിടം പൂർണ്ണമായും പണി പൂർത്തീകരിച്ച് നിൽക്കുകയാണ്. അത് തുറന്നു കൊടുക്കാൻ ഈ ഗവൺമെന്റ് ആരോഗ്യ മേഖലയിൽ അവർ പരാജയമാണ്. അപ്പോൾ ആരോഗ്യ രംഗത്ത് ഇത് മാത്രമല്ല, ഇപ്പോൾ മംഗലം പഞ്ചായത്തിൻ്റെ കേക്കൻ മേഖലയിലാണ് ആയുർവേദ ആശുപത്രി പ്രവർത്തിക്കുന്നത്. ഒരു മനുഷ്യൻ, ഒരു നല്ല മനുഷ്യൻ ഒരു 10 സെന്റ് ഭൂമി സൗജന്യമായി ഇതിനു വേണ്ടി കൊടുത്തു. ആ ഭൂമി ഏറ്റെടുക്കാനോ അവിടെ ഒരു കെട്ടിടം പണിയാനോ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഈ സമയം വരെ കഴിഞ്ഞിട്ടില്ല. അതാണ് കേക്കൻ മേഖലയിൽ ആരോഗ്യരംഗത്ത് ഇവർ നടത്തിയത്. കടലോര മേഖലത്തിൻ്റെ രംഗത്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ആരോഗ്യ മേഖലയിൽ പൂർണ്ണമായും പരാജയപ്പെട്ട ഒരു ഭരണസമിതി. അതുമാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ ഈ സർക്കാർ, കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ മേഖലയാണ് വിദ്യാഭ്യാസ മേഖല. ആ വിദ്യാഭ്യാസ മേഖലയിൽ ഈ പ്രൈമറി, അപ്പർ പ്രൈമറി സ്കൂളുകളുടെ നിയന്ത്രണവും അതിൻ്റെ കസ്റ്റോഡിയനും പഞ്ചായത്ത് ഭരണസമിതികളാണ്. പക്ഷേ ഒരു നിലയ്ക്കും അവരെ സാമ്പത്തികമായി സഹായിക്കാനോ അവിടെ എന്തെങ്കിലും സ്കൂളുകളുടെ ക്ലാസ് റൂമുകളുടെ അറ്റകുറ്റപ്പണികളോ അല്ലെങ്കിൽ അത് ആധുനികവൽക്കരിക്കാനോ ഈ പഞ്ചായത്ത് ഭരണസമിതികൾക്ക് ഒരു ശ്രമവും നടത്തിയില്ല. അത് വിദ്യാഭ്യാസ മേഖലയിൽ. യുവജന രംഗത്ത് വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തുകളെല്ലാം തന്നെ സ്വന്തമായി കളിക്കളമുണ്ട്. തൊട്ടടുത്ത പഞ്ചായത്തുകൾ ഭരിക്കുന്നതെല്ലാം തന്നെ
LDFിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതികളാണ്. പുറത്തൂർ പഞ്ചായത്തിൽ അവർ 50 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് സ്ഥലം വാങ്ങിയത്. തുപ്രങ്കോട് പഞ്ചായത്ത് കോടിക്കണക്കിന് രൂപ വാങ്ങിയിട്ടാണ് കളിക്കളത്തിൽ നിന്ന് സ്ഥലം വാങ്ങിയത്. വെട്ടം പഞ്ചായത്ത് നിലവിലുള്ള കളിക്കളം അത് പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തികൾ ചെയ്തു. പക്ഷേ ഇവിടെ കേരളോത്സവത്തുമായി ബന്ധപ്പെട്ട മത്സരങ്ങൾ എല്ലാം തന്നെ ഈ മംഗലം പഞ്ചായത്തിന് പുറത്തു പോയി കൊണ്ടുപോയി നടത്തേണ്ട ഒരു സ്ഥിതിയാണ് മംഗലത്തുള്ളത്. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, യുവജന രംഗത്ത്, മറ്റെല്ലാ മേഖലയിലും സർവ മേഖലയിൽ പരാജയപ്പെട്ട ഒരു ഭരണസമിതി. മാത്രമല്ല തൊട്ടതിലെല്ലാം അഴിമതിവൽക്കരിക്കപ്പെട്ട ഒരു ഭരണസമിതി. ഏറ്റവും അവസാനം ഈ ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പോത്തുകുട്ടികളുടെ വിതരണം ഉണ്ടായിരുന്നു. ആ വിതരണ കേന്ദ്രത്തിൽ പോത്തുകുട്ടികളെ വാങ്ങാൻ വന്ന ആളുകൾ, അവർ പിന്നെ ലീഗുകാരുണ്ട്, CPM-കാരുണ്ട്, BJP-കാരുണ്ടാവാം, കോൺഗ്രസ്സുകാരുണ്ടാവാം, എല്ലാവരും ഉണ്ടാവും. പക്ഷേ അവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളല്ല. ആ വാങ്ങാൻ വന്ന ആളുകൾ അവർ ഗുണഭോക്തൃ വീതം അടിച്ചത് 10,500 രൂപയാണ്. പഞ്ചായത്തിൻ്റെ വീതവും 10,500, അങ്ങനെ 21,000 രൂപയുടെ പോത്തുകുട്ടികളാണ് ഇവർക്ക് വിതരണം ചെയ്യേണ്ടത്. പക്ഷേ പോത്തുകുട്ടികൾ ഇറക്കിയപ്പോൾ ഒരു 5,000 രൂപ പോലും വിലമതിക്കാൻ കഴിയാത്ത സാധനങ്ങളാണ് അവിടെ കൊണ്ടുവന്നത്. വാങ്ങാൻ ആളുകൾ തയ്യാറായില്ല, തിരിച്ചു കൊണ്ടുപോകേണ്ടി വന്നു. അത് ആ അഴിമതി നടന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്ന സമയത്താണ്. അങ്ങനെ സർവ്വമേഖലയിലും ഇപ്പോൾ കാർഷിക മേഖലയിലെ പ്രവൃത്തികൾ പറയുമ്പോൾ അവിടെ ലീഗിൻ്റെ നേതാക്കന്മാർ വ്യാജ ബില്ലുണ്ടാക്കി കൃഷിഭവനിൽ സമർപ്പിച്ച് ഈ വളത്തിൻ്റെ പണം തട്ടുന്ന ഏർപ്പാടാണ് നടക്കുന്നത്. അങ്ങനെ സർവ്വമേഖലയിലും അഴിമതിവൽക്കരിക്കുകയാണ്. എന്തായാലും ഖാലിദ് കുട്ടി പറഞ്ഞ വളരെ ഗൗരവമേറ്റ കാര്യങ്ങളുണ്ട്. ഒന്ന്, മംഗലം പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വികസനം ഫലപ്രദമായി കൈകാര്യം ചെയ്തിട്ടില്ലെന്നും, രണ്ടാമത്തെ കാര്യം കൃത്യമായ അഴിമതി ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചിരിക്കുകയാണ്. എന്നാൽ അത്തരം ആരോപണങ്ങൾക്ക് പ്രതിരോധിക്കാനോ അതിന് കൃത്യമായ മറുപടി പറയാനോ ദൗർഭാഗ്യകരെന്ന് പറയട്ടെ നമ്മുടെ UDF-ന്റെ പ്രതിനിധികൾ ഇവിടെ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ അവർക്കും അവസരം കിട്ടാത്ത സാഹചര്യമാണുള്ളത്. നമ്മുടെ എന്തായാലും മംഗലം ഗ്രാമപഞ്ചായത്തിൽ നീണ്ടകാലം ഭരിച്ചിട്ടുള്ള ഒരു ഭരണകൂടത്തിന് വികസനം നന്നായി ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് CPM-ന്റെ പ്രതിനിധി ഖാലിദ് കുട്ടിയുടെ ആരോപണം. ഇനി നമ്മുടെ BJP-യുടെ പ്രതിനിധിയിലേക്കാണ് കടന്നത്. സ്വാഭാവികമായിട്ട് മംഗലം എന്ന് പറയുന്നത് സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന, ഒരുപക്ഷെ കടലോര മേഖലയിലും അതേ വളരെ പാവപ്പെട്ടവർ, മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് അവിടുത്തെ കാര്യങ്ങളെ, അവിടുത്തെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണത്തെ എങ്ങനെയാണ് താങ്കളുടെ പാർട്ടി വിലയിരുത്തുന്നത്? ഞങ്ങളുടെ പാർട്ടി വിലയിരുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ, ദൈനംദിന കാര്യങ്ങളിൽ ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്ന കൂട്ടായി മേഖല, ആ കൂട്ടായി മേഖല മംഗലം പഞ്ചായത്തുമായി ബന്ധപ്പെടേണ്ടതും അവിടുത്തെ ആയിരക്കണക്കിനായ ജനങ്ങൾക്ക് മംഗലവുമായി ബന്ധപ്പെടണമെങ്കിൽ ആ പാലം ഇന്ന് തകരാറിലായിരിക്കുകയാണ്. ഇത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. ഇത് ഇന്നോ ഇന്നലെ ഒരു സുപ്രഭാതത്തിലാണ് കേടുവന്ന് പോയതല്ല ആ പാലം. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരെന്ന് പറയുമ്പോൾ പൊതുപ്രവർത്തകർ ഇത്തരം കാര്യങ്ങളിൽ വളരെ കണിശമായ നിലപാടെടുക്കുകയും വികസന കാര്യങ്ങളിൽ ആരെക്കൊണ്ട് കൂട്ടിപ്പിടിച്ചാൽ നമുക്ക് ഈ കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള രാഷ്ട്രീയമായ വേർതിരിവ് കാണാതെ വികസനം കൊണ്ടുവരാൻ വേണ്ടി ഈ രണ്ട് മുന്നണി സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഫ്രീ ആയിട്ട് നന്നായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ജോർജ് കുര്യൻ സാർ. സാർ, നമ്മൾ ഇടപെടേണ്ടത് കാര്യമാണ് ഞാൻ പറഞ്ഞത്. കേന്ദ്ര സർക്കാർ തരുന്നില്ല എന്നാണല്ലോ അവർ പറഞ്ഞത്, രണ്ടു കൂട്ടരും. അതിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. മംഗലം പഞ്ചായത്തിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. മംഗലം പഞ്ചായത്തിൽ അത്തരം പദ്ധതികൾ ഇപ്പോൾ കേരള സർക്കാരിന്റെ അടുത്ത് ഫണ്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ അന്വേഷിച്ചപ്പോഴും പ്രസിഡന്റ് പറഞ്ഞതെന്ന് വെച്ചാൽ പഞ്ചായത്ത് ഫണ്ട് വയ്ക്കണില്ല. അത് സത്യമാണ്. കുറേ കാര്യങ്ങൾ അവിടെ കിടക്കുകയാണ്, മുടങ്ങി കിടക്കുകയാണ്. അത്തരം കാര്യങ്ങളിൽ ഇവരാരും തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് തീരെ വേണ്ടെന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓക്കെ, അത് ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. കേന്ദ്ര സർക്കാരിനെ കൂടി ഇന്ത്യ ഭരിക്കുന്ന സർക്കാരല്ലേ, എന്തിനാ മാറ്റി നിർത്തുന്നത്? ഒരു കാര്യങ്ങളും അവിടെ BJP-യുടെ ആളുകളെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകാൻ ഇവർ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അവർക്ക് കേന്ദ്ര സർക്കാരിന് എല്ലാ ഭാഗത്തും അഴിമതിയാണ്. പിന്നെ മാത്രമല്ല വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ,
ചില പ്രദേശങ്ങൾ വിഭാഗീയമായ പ്രവണതകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഒരു സുതാര്യമായ കാഴ്ചപ്പാടോടുകൂടി വികസനത്തെ കൊണ്ടുപോകണം. വികസനം കൊണ്ടുപോകുന്നത് സുതാര്യമായി കൊണ്ടുപോകാൻ ഈ രണ്ട് മുന്നണിയും പരിശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ചില ആളുകൾക്കൊന്നും വികസനം എപ്പോഴും തൊട്ടു നോക്കാത്ത ഒരുപാട് മേഖല മംഗലം പഞ്ചായത്തിലുണ്ട്. അതേപടി കിടക്കുകയാണ്. ഇപ്പോൾ മംഗലം പഞ്ചായത്തിൽ സ്വച്ഛ് ഭാരതിൻ്റെ പേരിൽ ഒരു ശൗചാലയം തുടങ്ങാൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ല. അതുവരെ എന്താ ചെയ്യാത്ത? രണ്ടു കൂട്ടരും പറയണില്ലത്, ആ കാര്യങ്ങൾ പറയണില്ല. അതേപോലെ കുടിവെള്ള പ്രശ്നം അദ്ദേഹം പറഞ്ഞ വളരെ വസ്തുതയാണ്. ഞാനൊരു 8ാം വാർഡിൽ കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്നു. ആ സമയത്ത് ഞാൻ അവിടുത്തെ ആളുകളോട് പറഞ്ഞത് കുടിവെള്ളം എത്തിക്കുമെന്നാണ് പറഞ്ഞത്. അവസാനം ഇവർ കളവ് പറഞ്ഞിട്ട് ഇതിൻ്റെ വിജയം പരാജയപ്പെടുത്തി. കളവാണ് പറയുന്നത്. ഇത് അവസാന നിമിഷത്തിൽ ഒരു കളവ് ഇവർ പറയും, സ്വാഭാവികമാണ്. ഈ രണ്ട് മുന്നണിയും യാഥാർത്ഥ്യം ജനങ്ങൾ വോട്ടർമാർ ചിന്തിക്കട്ടെ, എന്താണ് യാഥാർത്ഥ്യമാണ്. ഇന്ന് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജനങ്ങളെ കയ്യിലെത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കേരള സർക്കാർ വാചകത്തിൽ ഒതുക്കുക എന്നല്ലാതെ നേരത്തെ സംസാരിക്കുമ്പോൾ CPM പ്രതിനിധി സംസാരിക്കുമ്പോൾ അവിടുത്തെ ആരോഗ്യ മേഖലയെ കുറിച്ചിട്ട് യുവജനങ്ങൾക്ക് വേണ്ട ഈ സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി. വിദ്യാഭ്യാസ മേഖലയിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് നിലവിൽ മംഗലത്തിന്റെ അവസ്ഥ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വളരെ പിന്നോക്കം നിൽക്കുന്നത് തന്നെയാണോ? അത് അംഗീകരിക്കേണ്ടതായിട്ട് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ രണ്ടു കൂട്ടരും പങ്കാളികളാണ്. കാരണം പ്രതിപക്ഷത്ത് ഇവരേ ഉള്ളൂ, ഞങ്ങളില്ല. അവിടെ BJPയുടെ പ്രതിനിധി മംഗലം പഞ്ചായത്തിലില്ല. എന്നാൽ പ്രതിപക്ഷം എന്ന നിലയിൽ ഒരു ദേശീയ കക്ഷി എന്ന നിലയിൽ എല്ലാ രംഗത്തും BJPയുടെ പ്രതിനിധികളെ കൂട്ടാൻ വേണ്ടി പോലും ഇവർ രണ്ടു കൂട്ടരും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി ആരോഗ്യ രംഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരോഗ്യരംഗം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമുക്ക് കണ്ണിൻ്റെ മുമ്പിൽ കാണാൻ സാധിക്കുന്നതാണ്. നമ്മളെ ഒരു ഹെൽത്ത് സെൻ്റർ, ഇപ്പോൾ പുറത്തൊരു ഹെൽത്ത് സെൻ്റർ മംഗലം പഞ്ചായത്തിനും കൂടി ഗുണകരമായിട്ടുള്ളതാണ്. കൂട്ടായി സമ്മതിച്ച് പഞ്ചായത്തിലാണ്. പക്ഷെ ആ ഹെൽത്ത് സെൻ്ററിനെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ നല്ല ബിൽഡിംഗ് ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ അതിനൊന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ഈ ബ്ലോക്ക് തലത്തിലെങ്കിലും ചിന്തിച്ചാൽ ഇവർക്ക് ചിന്തിക്കാൻ നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് രണ്ട് മുന്നണിക്കും പ്രൈവറ്റ് സഹകരണ ആശുപത്രികളുണ്ട്. അത് തന്നെ യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് ഇവരൊക്കെ സംസാരിക്കുന്നത്. ഇനി അധികാരത്തിൽ വന്നവരെന്തെങ്കിലും മാറ്റം വരുത്തോ? മാറ്റം വരുത്തവർക്ക് സാധിക്കില്ല. കാരണം സങ്കുചിതമായ താല്പര്യങ്ങൾ ഈ രണ്ട് കക്ഷിക്കും വ്യക്തമായിട്ടുണ്ട് എന്നുള്ളതാണ്. ജനങ്ങളെ പറ്റിക്കുക എന്നുള്ളത് മാത്രം. ഇതിനൊക്കെ മാറ്റം വരണമെങ്കിൽ BJP വരണം. BJPക്ക് വേണ്ടി വോട്ട് ചെയ്ത അതിന്റെ പ്രതിഫലം ജനങ്ങൾക്ക് നേരിട്ട് വരുത്തും. ഓക്കെ അങ്ങനെ വ്യക്തമാണ്. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉള്ള ഫണ്ടുകൾ പലപ്പോഴും അത്തരം ഗ്രാമപഞ്ചായത്തുകൾ വികസനത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കണമെന്നും അതിനുവേണ്ടി കേന്ദ്ര ഭരണത്തിൽപ്പെട്ടവരുടെ അടക്കം കേന്ദ്ര ഫണ്ടുകൾ അടക്കം ഫലപ്രദമായി ഉപയോഗിക്കണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് തങ്ങളോട് ചോദിക്കാൻ, അങ്ങനെ BJP ഇപ്പൊ താങ്കൾ പറഞ്ഞത് BJP അധികാരത്തിലേറ്റണം, BJPക്ക് വോട്ട് ചെയ്യണം. അങ്ങനെ അധികാരത്തിൽ വന്നാൽ വ്യക്തമാണ്, മംഗലം പഞ്ചായത്ത് എന്ന് പറയുന്ന ഭൂപ്രദേശത്തെ ഞാൻ പറഞ്ഞതുപോലെ രണ്ട് പ്രദേശങ്ങൾ അതിരിടുന്ന പഞ്ചായത്താണ്. അത്തരം രണ്ട് വിഭാഗം ജനങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ്. പലതരത്തിലുള്ള പാവപ്പെട്ടവരും കർഷകരും കർഷക തൊഴിലാളികളും തിങ്ങി പാർക്കുന്ന പ്രദേശമാണ്. ആ നിലയ്ക്ക് അങ്ങനെ നിങ്ങളൊരു വികസന കാഴ്ചപ്പാട് മംഗലം പഞ്ചായത്തിനെ സംബന്ധിച്ച് നിങ്ങൾക്കുണ്ടോ? എന്താണ് താങ്കളുടെ പാർട്ടി അധികാരത്തിൽ വന്നാൽ അവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ? ഒന്ന് വിശദീകരിക്കും. പറയൂ. ഒരു കാര്യത്തില് ഇപ്പം മംഗലം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഞാൻ ഉന്നയിച്ച ആരോപണം എല്ലാം തന്നെ BJPയുടെ പ്രതിനിധി ശരിവെക്കുകയുണ്ടായി. കുടിവെള്ള ക്ഷാമം അടക്കമുള്ള അതിനകത്ത് രണ്ട് പേരെയും കുറ്റവാളികളായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഞാൻ BJPയുടെ പ്രതിനിധിയോട് ചോദിക്കുന്നത്, ഈ മംഗലം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഞാൻ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളുടെയും വസ്തുതാപരമായി ശരിയാണെന്ന് അംഗീകരിച്ച BJP കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയ്ക്ക് ഈ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ചെയ്ത ഒരു സമരത്തിൻ്റെ പേര് പറയാൻ കഴിയും? ഒരൊറ്റ സമരം. കുടിവെള്ളക്ഷാമവുമായി ബന്ധപ്പെട്ട് ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി കമ എന്നുള്ളൊരു അക്ഷരം കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയ്ക്ക് BJP ഈ മംഗലം പഞ്ചായത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇത് കാര്യങ്ങളെല്ലാം അംഗീകരിക്കുകയും ഈ കാര്യങ്ങളിൽ രണ്ടു കൂട്ടരും തുല്യ പങ്കാളിയാണെന്ന് പറയുകയും ചെയ്യുന്നതോടൊപ്പം BJPയുടെ പങ്കെന്താ?
UDFന്റെ ഭരണസമിതിയെ സഹായിക്കുന്ന സമീപനമല്ലേ ഈ 5 വർഷക്കാലത്തിനിടയ്ക്ക് ഈ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരായുള്ള ഒരു സമരവും ഇവർക്ക് നയിക്കാൻ കഴിയാതെ പോയത്? താങ്കൾക്ക് അതിന് എന്തെങ്കിലും വിശദീകരണം നൽകാനുണ്ടെങ്കിൽ നമുക്ക് പറയാം ശ്രീ പ്രസാദ്, എന്നിട്ട് താങ്കളുടെ മറ്റു വാക്കുകളിലേക്ക് കടക്കാം. BJP സമരം ചെയ്യാത്ത എന്താണെന്നാണ് അദ്ദേഹം ചോദിച്ചത്. BJP സമരം ചെയ്തിട്ടില്ല എന്നുള്ളത് എങ്ങനെ പറയാൻ പറ്റുക? ഞങ്ങൾ വസ്തുതാപരമായി നിവേദനങ്ങൾ കൊടുത്ത പ്രശ്നങ്ങൾ അനുഭാവപൂർവം പരിഹരിക്കാം എന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ സമരത്തിന് വേണ്ടി സമരം ചെയ്യുന്ന പാർട്ടിയല്ല BJP. BJP സമരം ചെയ്യുന്നത് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി അല്ല, BJPയുടെ നിവേദനങ്ങൾക്ക് അനുഭാവപൂർവമായ നിലപാടുകൾ സ്വീകരിച്ച് ഞങ്ങൾ സമരം ചെയ്യേണ്ട ആവശ്യം വരില്ല. പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അതെ, ഈ സമയത്തും അവിടുത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ജൽജീവൻ പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ ജൽജീവൻ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ അതിന്റെ പ്രയാസം തീരും. അപ്പൊ ജൽജീവൻ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ നീക്കി വെച്ചിട്ടുള്ള പൈസ പഞ്ചായത്തിലേക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള പണം അത് കേരള സർക്കാർ കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം തീരും. അത് ന്യായമായ കാര്യമാണ്. നമ്മൾ വെറുതെ സമരത്തിന് വേണ്ടി സമരം ചെയ്യണില്ല. താങ്കളുടെ നിലപാട് കുടിവെള്ള പ്രശ്നത്തിൽ ഉൾപ്പെടെ മംഗലം പഞ്ചായത്ത് ഭരണസമിതിക്ക് നിരവധി നിവേദനങ്ങൾ നൽകിയിരുന്നു. അവർ ആ ഉറപ്പ് പാലിക്കാമെന്ന ഉറപ്പിൽ നമ്മളത് സമരരംഗത്തേക്ക് വന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു കേവലം കുടിവെള്ള പ്രശ്നം മാത്രമല്ല നിരവധിയായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പ്രയാസങ്ങൾ ഞാൻ പറയാം പ്രയാസങ്ങൾ ഒട്ടനവധി പ്രയാസങ്ങളുണ്ട്. ഇതിലിപ്പോ നമ്മൾ UDF LDF എന്നുള്ളതല്ല. ഞങ്ങളെ കാഴ്ചപ്പാടിൽ ഇവർ രണ്ടു കൂട്ടരും തുല്യ പങ്കാളികളാണ്. ഞങ്ങളെ കാഴ്ചപ്പാടിൽ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ജയിക്കും എന്ന സ്ഥലത്തെത്തുമ്പോൾ 8 വോട്ടിന് തോറ്റപ്പോൾ ഞാൻ ചോദിച്ച് എൻ്റെ 2 കക്ഷികളോടും ആ സമയത്ത് പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഒന്നാവും. അപ്പോൾ പിന്നെ ഈ പറയണതിലൊക്കെ എന്താ അർത്ഥം? ഇത് കാണുന്ന ജനങ്ങളുണ്ടല്ലോ, ഇത് കാണുന്ന ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അത് പരിഹരിച്ച് ചെയ്യട്ടെ. എനിക്ക് ഈ കാര്യത്തിൽ കുറച്ചും കൂടി പറയാം. ഇപ്പൊ വികസന കാര്യത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ പ്രദേശത്തെയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ വീട് വെക്കാൻ വേണ്ടി ഒട്ടനവധി ആളുകൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് UDFന്റെ ഒരു പ്രതിനിധി, മിക്കവാറും അദ്ദേഹം ജയിച്ചു കഴിഞ്ഞ ഒരു നല്ല സ്ഥാനങ്ങളാണ് കിട്ടുക. ആളെ പേരൊന്നും ഞാൻ പറയണില്ല, അറിയാൻ പറ്റും. പക്ഷേ ആ വ്യക്തി നേരിട്ട് കൊണ്ടുപോയിട്ട് ഓരോ വീട്ടിലും അപേക്ഷ കൊടുപ്പിക്കുകയാണ്. എന്തിനാ കൊടുക്കുന്നറിയോ? PMAY. ആ പദ്ധതി ഇവിടെ വേണ്ടാന്ന് പറഞ്ഞിട്ട് കേരള സർക്കാർ തിരിച്ചയച്ചതാണ് ആ പദ്ധതി. അങ്ങനെയാണ് ആ പദ്ധതി മുടക്കുന്നത്. അത് കേരള സർക്കാരാ, ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാരാണ്. എത്ര ആളുകളെ ആ ഒരു പദ്ധതിയിലൂടെ വഞ്ചിച്ചെന്ന് അറിയാമോ നിങ്ങൾ? ഈ പദ്ധതി വഞ്ചിച്ചതിലൂടെ എന്നിട്ട് അത് ആ തരം മാറ്റി വേറെ ഫണ്ട് വന്നോട്ടെ എന്നാൽ ഞങ്ങൾക്ക് ലൈഫിലൂടെ കൊടുക്കാം. പേര് മാറ്റിയിട്ട് കൊടുക്കണം. എല്ലാ പരിപാടിയിലും ഇത് തന്നെ പരിപാടി. അങ്ങനെ ആളെ പറ്റിക്കുന്ന വിദഗ്ധമായ കലാപരമായ പറ്റിക്കല് നന്നായിട്ട് നടത്താൻ പറ്റുന്ന ഒരു കക്ഷിയാണ് ആര്? മാർക്സിസ്റ്റ് പാർട്ടി. ഒരു രാഷ്ട്രീയ ആരോപണമാണ് പാവപ്പെട്ടവർക്ക് അനുവദിച്ചു നൽകേണ്ട പാർപ്പിട പദ്ധതി പ്രധാനമന്ത്രി ആവാസ് യോജനയാണ്. ആ PMRYയില് എത്ര രൂപയാണ് സാമ്പത്തിക സഹായം നൽകുന്നത് വീട് നിർമ്മിക്കാൻ? BJPയുടെ പ്രതിനിധി പറയട്ടെ. എത്ര രൂപയാണ് ഒരു വീട് നിർമ്മിക്കാൻ? ഒരു വീട് നിർമ്മിക്കാൻ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജനയിൽ ഒരു കുടുംബത്തിന് നൽകുന്ന സാമ്പത്തിക സഹായം എത്രയാണ്? ഏതാണ്ട് 1 ലക്ഷത്തിന് താഴെയാണ്. 1 ലക്ഷത്തിന് താഴെയാണ്. ലൈഫ് ഭവന പദ്ധതിയോട് അത് കൂട്ടിച്ചേർക്കുമ്പോഴാണ് 4 ലക്ഷം രൂപയാകുന്നത്. മാത്രമല്ല കേരളത്തിലെ ആത്മാഭിമാനമുള്ളവരാണ് കേരളീയര്. നിങ്ങളുടെ വീടിന്റെ മുന്നിൽ കേരളത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽ സാമ്പത്തിക സഹായം സ്വീകരിച്ച് നിങ്ങളൊരു വീടുണ്ടാക്കിയിട്ട് ആ വീടിന്റെ മുന്നിൽ പിണറായി വിജയൻ സഖാവിന്റെ ഫോട്ടോ വെക്കാൻ നിങ്ങൾ സമ്മതിക്കൂ? EMS ഭവന പദ്ധതിയിൽ വോട്ടോ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ആ ഏതെങ്കിലും ഒരു വീട് കേരളത്തിലെ ഏതെങ്കിലും ഒരു വീട് EMS ഭവന പദ്ധതി ഗോവിന്ദൻ നായരുടെ നേതൃത്വത്തിലുള്ള കോളനി കോളനികൾ വെച്ച് ധാരാളമുണ്ട്. ആ എവിടെയെങ്കിലും അത്തരമൊരു വീടിന് മുന്നിൽ ഫോട്ടോ വെച്ചതായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? കേരളത്തിലെ ജനങ്ങളുടെ ആത്മാഭിമാനത്തെയാണ് കേന്ദ്ര ഗവൺമെന്റ് ചോദ്യം ചെയ്യുന്നത്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ധാരാളം അപേക്ഷകര് വീടിന് വേണ്ടി മംഗലത്ത് കാത്തിരിക്കുന്നു. എന്താ മംഗലത്ത് അപേക്ഷകർ കാത്തിരിപ്പിനുള്ള കാരണം?
കേന്ദ്ര ഗവൺമെന്റ് പ്രതിനിധിയാണല്ലോ. CR-സെറ്റ് നിയമമാണ് മംഗലം പഞ്ചായത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് വീട് വെക്കുന്നതിന് തടസ്സം. ആരാണ് ആ നിയമം തീരദേശ പരിപാലന നിയമം. ആരാണ് ആ നിയമം ഭേദഗതി ചെയ്യേണ്ടത്? കേന്ദ്ര ഗവൺമെന്റ് അല്ലേ? BJP-യുടെ നിലപാടെന്താ CR-സെറ്റ് നിയമത്തിൽ? ഈ ഭരിക്കുന്ന പഞ്ചായത്തിലെ UDF-ന്റെ ഭരണസമിതിയുടെ നിലപാടെന്താ? കേരള സംസ്ഥാന ഗവൺമെന്റ് ഈ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നമ്മുടെ കേരളത്തിൽ ആക്രമണമുണ്ട്. കാരണം എന്താ? കേരളം തീരഭൂമിയാണ്. കടലും പുഴയും തോടുകളും അതുപോലെ തന്നെ തടാകങ്ങളും എല്ലാം നിറഞ്ഞ ഒരു സുന്ദര കേരളം എന്ന് പറയാം. ആ കേരളത്തിനകത്ത് തീരഭൂമിയിൽ വീട് വെക്കാൻ ഈ CR-സെറ്റ് നിയമം വലിയ രീതിയിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനകത്ത് ഇളവുണ്ടാക്കുന്നതിന് വേണ്ടി ഒരു വിദഗ്ധ സമിതിയെ ഇതിൻ്റെ ജനങ്ങളുടെ പരാതികൾ, ഭരണസമിതികളുടെ പരാതികൾ, അവരുടെ പ്രയാസങ്ങളൊക്കെ നേരിട്ട് കേട്ട് ഇതിനകത്തൊരു ഭേദഗതി വരുത്താൻ വേണ്ടി സർക്കാർ സമിതി ഉണ്ടാക്കിയ സമിതി മലപ്പുറത്ത് ഇതിൻ്റെ സിറ്റിംഗ് വിളിച്ചല്ലോ. മംഗലം പഞ്ചായത്ത് പ്രതിനിധി പങ്കെടുത്തില്ല, ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രതിനിധി പങ്കെടുത്തില്ല. അത് അങ്ങനെ ഇത്തരത്തിലൊരു നിയമം കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ധാരാളം ആളുകളുടെ ഒരു പ്രദേശത്ത് ഭരണസമിതി പങ്കെടുക്കാത്തത് പോട്ടെ, കേന്ദ്രം ഭരിക്കുന്ന BJP-യുടെ പ്രതിനിധിയുടെ നിലപാടെന്താ? ജോർജ് കുര്യൻ സാർ ഇവിടെ ഉണ്ട് പറഞ്ഞല്ലോ, അദ്ദേഹത്തോട് പറഞ്ഞല്ലോ, നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ CR-സെറ്റ് നിയമം ഞങ്ങളെ വലിയ രീതിയിൽ പ്രയാസം അനുഭവിക്കുന്നവരാണ്, ഞങ്ങളത് വലിയ രീതിയിൽ പിന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അതൊന്ന് ഭേദഗതി ചെയ്തു തരണം. കുര്യൻ സാറോട് നിങ്ങൾ പറയോ? പറഞ്ഞിട്ടുണ്ടാ? അതിന്റെ BJP അങ്ങനെ ഒരു ആവശ്യം ഒരു വിഷയ രാഷ്ട്രീയ വിഷയത്തിലേക്ക് സംവാദം കടന്നു പോവുകയാണ്. സ്വാഭാവികമായിട്ടും ഒരു പാർപ്പിട പ്രശ്നവും കുടിവെള്ളവും ഒക്കെ നമ്മുടെ അടിസ്ഥാന പ്രശ്നങ്ങളാണ്. ആ നിലയ്ക്ക് മംഗലം പഞ്ചായത്തിൽ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. മംഗലം പഞ്ചായത്തിൽ നിങ്ങളുടെ പാർട്ടി അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കാൻ പോകുന്ന ഒരു വികസന കാഴ്ചപ്പാടുണ്ട്, അതാണ് അവതരിപ്പിക്കേണ്ടത്. ആ വികസന കാഴ്ചപ്പാട് ഒന്ന് കൃത്യമായിട്ട് വിശദീകരിക്കൂ. BJP NDA മുന്നണി മംഗലം പഞ്ചായത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കും. അതേപോലെ തന്നെ അപേക്ഷകർ, നിർധനരായിട്ടുള്ള വീട് വെക്കാനുള്ള അപേക്ഷകർക്കെല്ലാം തന്നെ വീട് നിർമ്മിക്കാൻ വേണ്ട പദ്ധതികൾ തയ്യാറാക്കും. അതേപോലെ തന്നെ സഞ്ചാരയോഗ്യമായ വഴികൾ നിർമ്മിച്ച് ജനങ്ങൾക്ക് സൗകര്യപൂർവ്വം നടക്കാനും യാത്രാ സൗകര്യത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും BJP ഒരുക്കി കൊടുക്കും. മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മളെ തോടുകൾ, ഡ്രെയിനേജുകൾ, ഇതെല്ലാം തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശത്തുനിന്ന് സൗകര്യപ്രദമായി ജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർമാർ ജയിച്ച് വന്നിട്ടുള്ള എല്ലാ വാർഡിലും നമ്മൾ ഉറപ്പായിട്ടും നൽകും എന്നുള്ള വ്യക്തമായ വിശ്വാസത്തോടു കൂടി തന്നെയാണ് ജനങ്ങളുടെ അടുത്ത് നമ്മൾ വോട്ട് ചോദിക്കുന്നത്. എന്തായാലും ഒരു വികസന കാഴ്ചപ്പാടാണ് BJP-യുടെ. അവർ അധികാരത്തിൽ വന്നാൽ അവർ ജയിച്ചു വന്ന വാർഡുകളിൽ നടപ്പിലാക്കാൻ പോകുന്ന വികസന കാഴ്ചപ്പാടാണ് BJP-യുടെ പ്രതിനിധി അവതരിപ്പിച്ചത്. CPIM ഒരു ഘട്ടത്തിൽ ഭരണത്തിലിരുന്ന മംഗലം പഞ്ചായത്ത് ഭരിച്ച പാർട്ടിയാണ് ഒരു ചെറിയ കാലയളവിൽ. എന്താണ് ശ്രീ ഖാലിദ് കുട്ടി, താങ്കളുടെ പാർട്ടി അധികാരത്തിൽ വന്നാൽ മംഗലത്തിന്റെ മുഖച്ഛായ മാറ്റാൻ വേണ്ടി നിങ്ങൾ എന്തു ചെയ്യും? ഞങ്ങൾ ഈ മംഗലം പഞ്ചായത്തിലെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വ്യക്തമായ ഒരു പ്രകടന പത്രിക മുന്നിൽ വെച്ചുകൊണ്ടാണ്
നാട്ടിലെ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട അതിൻ്റെ പൂർണ്ണമായ വിശകലനത്തിന് ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അതിൽ ഞങ്ങൾ പ്രധാനമായും ഊന്നൽ നൽകുന്നത് യുവാക്കൾക്കും സ്ത്രീകൾക്കും തൊഴിൽ നൽകുന്ന പദ്ധതികളാണ്. അതുപോലെ തന്നെ ദുർബല വിഭാഗങ്ങൾക്ക് സമ്പൂർണ്ണ പരിരക്ഷ നൽകുന്ന പദ്ധതികൾ, സമ്പൂർണ്ണ ഗതാഗത ശൃംഖല, കൂട്ടായിയിൽ ബസ് സ്റ്റാൻഡ്, പഞ്ചായത്ത് സ്റ്റേഡിയം, മഹാകവി വള്ളത്തോൾ സ്മാരക മികവിൻ്റെ കേന്ദ്രമാക്കുക, എല്ലാവർക്കും വീട്, എല്ലാവർക്കും കുടിവെള്ളം, എല്ലാവർക്കും മാലിന്യ സംസ്കരണ ഉപാധികൾ, എല്ലാ വിദ്യാലയങ്ങളും ഹൈടെക് ആക്കുക, എല്ലാ അങ്കണവാടികളും ഹൈടെക് ആക്കുക, കൂട്ടായിൽ ഒരു ഫിഷിംഗ് ലാൻഡ് സെൻറ്റർ, തരിസ് രഹിത പഞ്ചായത്ത്, സ്ത്രീ സൗഹാർദ്ദ പഞ്ചായത്ത്, പ്രകൃതി സൗഹാർദ്ദ പഞ്ചായത്ത്, ഭിന്നശേഷി സൗഹാർദ്ദ പഞ്ചായത്ത്, ടൂറിസം സൗഹാർദ്ദ പഞ്ചായത്ത്. ഈ ടൂറിസത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പോൾ ലോകത്ത് ഏറ്റവും വില കൂടിയ ഭൂമി അമേരിക്കയിലെ കാലിഫോർണിയയിലാണ്. അവിടെ ആ ഭൂമിക്ക് വില കൂടാൻ കാരണം കടലോരമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കടലോരം ടൂറിസത്തിന് യഥേഷ്ടം ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന സൗകര്യമാണ്. ഈ മംഗലം പഞ്ചായത്തിൻ്റെ തീരഭൂമിയിൽ നല്ല അറബിക്കടലിൻ്റെ സൗന്ദര്യമുണ്ട്. തൊട്ടടുത്ത പുറത്തൂർ പഞ്ചായത്ത് CPIMൻ്റെ ഭരണസമിതിയാണ്. അവിടെ കഴിഞ്ഞ 2 വർഷമായിട്ട് ബീച്ച് ഫെസ്റ്റിവൽ നടത്തുകയാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ. ധാരാളം ടൂറിസ്റ്റുകളെ ആ മേഖലയിലേക്ക് ആകർഷിക്കുകയാണ്. അതിന് സമാനമായി ഈ കൂട്ടായിയുടെ കടലോരത്തെ സൗന്ദര്യവൽക്കരിച്ച് അവിടെ വലിയ രീതിയിലുള്ള ഈ ടൂറിസ്റ്റുകൾ ആകർഷിക്കേണ്ട പദ്ധതികൾ കൊണ്ടുവരും. ഇങ്ങനെ നിരവധിയായിട്ടുള്ള പദ്ധതികൾ മുന്നോട്ട് വെച്ചിട്ടാണ് ഞങ്ങൾ ഇത്തവണ നാട്ടിലെ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. മറ്റൊരു കാര്യം നിങ്ങൾ സൂചിപ്പിച്ചത് ഈ CPIM ഒരിക്കൽ അവിടെ ഭരിച്ചിരുന്നല്ലോ എന്നുള്ളതാണ്. അതിൻ്റെ ഈ മംഗലം പഞ്ചായത്ത് രൂപീകരിച്ച 2ാം തവണ CPIMൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് വന്നത്. അത് 19 അംഗ ഭരണസമിതിയിൽ 10 പേര് അന്ന് CPIM നേതൃത്വം നമുക്ക് മുന്നണിയായിരുന്നു. 7 പേര് CPIMകാരും 3 പേര് DICകാരുമാണ്. ഭരണം തുടങ്ങിയ ഒരു അതിൻ്റെ മധുവിത് പിന്നിടുമ്പോൾ തന്നെ DIC തിരിച്ചു പോവുകയും ഒരു ഭരണസമിതിക്ക് വേണ്ടിയുള്ള കൃത്യമായ ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ പല പദ്ധതികളും ഞങ്ങൾക്ക് യഥാസമയം നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു പ്രയാസം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അന്ന് UDFനകത്ത് ഐക്യമില്ലായ്മ കൊണ്ട് അവർ ഞങ്ങളുടെ ഭരണസമിതിയെ പുറത്താക്കുന്നതിന് വേണ്ടി അവർക്ക് ഞങ്ങളുടെ മാറ്റിയാൽ പകരം ആര് പഞ്ചായത്ത് പ്രസിഡന്റ് ആകും എന്നതിനെ സംബന്ധിച്ചുള്ള തർക്കം രൂക്ഷമായതുകൊണ്ട് ഒരു അവിശ്വാസ പ്രമേയത്തെ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നില്ല എന്നുള്ളതാണ് വസ്തുത. അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നാണ് താങ്കൾ സൂചിപ്പിച്ചത്. അല്ല, ഇതിലെന്താന്ന് വെച്ചാൽ നമ്മളെ ഈ ടൂറിസം പദ്ധതി ഒക്കെ പറഞ്ഞല്ലോ അദ്ദേഹം. ഈ മേഖല നമ്മളെ കൂട്ടായി മേഖല എന്ന് പറയുമ്പോൾ വളരെ പാവപ്പെട്ട മത്സ്യപ്രവർത്തകരും മത്സ്യത്തൊഴിലാളികളും നിർധനരായിട്ടുള്ള ആളുകളും ഏറ്റവും കൂടുതൽ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശമാണത്. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വികസനം കൊണ്ടുവരിക എന്ന് വിചാരിച്ചാൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ആഗ്രഹമാണ്. ഇവർ സഹകരിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയാണ്, ഇവർ സഹകരിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പദ്ധതികൾ കൂട്ടായിയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിന് രാഷ്ട്രീയമായ അയിത്തം കൽപ്പിക്കാതെ മുമ്പോട്ട് വരണമെന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് അദ്ദേഹത്തിനോട് പറയാനുള്ളത്. തീർച്ചയായും ഇത്തരം രാഷ്ട്രീയ സംവാദങ്ങൾ ഒരു പുതിയ വികസന കാഴ്ചപ്പാടിന് വേണ്ടി വഴി തുറക്കും. ദേശീയ സംസ്ഥാന സർക്കാരുകൾ പലതരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അതിൽ രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകൾ നിർണ്ണയിക്കാതെ നാടിന്റെ വികസന സ്വപ്നങ്ങൾക്കായി കൈകോർക്കണമെന്നാണ് പൊതു അഭിപ്രായം വന്നിട്ടുള്ളത്. അങ്ങനെ മംഗലം പഞ്ചായത്തിൽ ഇനി തെരഞ്ഞെടുപ്പ് നടന്ന് അധികാരത്തിൽ വരുന്ന പുതിയ മുന്നണിക്ക് അത്തരമൊരു കാഴ്ചപ്പാടോടുകൂടിയുള്ള വികസനം നടപ്പിലാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ജപ്പാൻ സ്ക്വയർ ഗ്രേസ് റെസിഡൻസി ജനാധിപത്യം മംഗലം പഞ്ചായത്തിന്റെ എപ്പിസോഡ് പൂർണ്ണമാകുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും നന്ദി, നമസ്കാരം.